എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിൽ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കാൻ മറക്കണ്ട. എങ്കിൽ മാത്രമേ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നീളമുള്ള ബസ്മതി റൈസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ഇതൊന്ന് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വയ്ക്കണം. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അരി പെട്ടെന്ന് വെന്ത് നല്ല നീളവും വലുപ്പമുള്ള ചോറ് നമുക്ക് കിട്ടും. ഇവിടെ ഒരു പാത്രത്തിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത് നന്നായിട്ട് വെട്ടി തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് ആ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ അരി വേവിക്കുന്ന സമയത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചോറ് വെന്ത് കഴിയുമ്പോൾ പരസ്പരം ഒട്ടിപ്പിടിക്കാതെ നമുക്ക് നന്നായിട്ട് വിട്ട് കിട്ടും. ഇതിനി ചെറു തീയിൽ അടച്ചു വെച്ച് വേവിക്കാം. ഈ സമയത്ത് ബാക്കി ചേരുവകൾ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് 1 സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് കളർ മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. എങ്കിൽ മാത്രമേ ആ നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ. വെളുത്തുള്ളി നന്നായിട്ട് വഴന്നു വരുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതും ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. സവോള ചേർത്തതിന് ശേഷം കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് വാടി കിട്ടിയാൽ മാത്രം മതി. അടുത്തതായിട്ട് ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയൻ ചേർത്ത് കൊടുക്കാം. ഇതും ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ സ്പ്രിംഗ് ഒനിയൻ 1 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, ബീൻസ് ചെറുതായിട്ട് മുറിച്ചെടുത്തിരിക്കുന്നത്, ഗ്രീൻ പീസ്, ഇവയെല്ലാം കൂടെ ചേർത്ത് ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ചെറുതായിട്ട് മുറിച്ചെടുത്തിരിക്കുന്നതും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്കിഷ്ടമുള്ള ഏത് കളർ ക്യാപ്സിക്കം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂട്ടുകളെല്ലാം ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ക്യാബേജ് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയി. അതും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് വേണ്ട എല്ലാ വെജിറ്റബിൾസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനിയൊന്ന് കുക്ക് ചെയ്തെടുക്കാം. വളരെ കുറച്ച് സമയം കൊണ്ട് ഇത് കുക്കായി കിട്ടും. ആ സമയത്ത് ഇവിടെ ചോറ് വെന്ത് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഊറ്റിയതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. വെജിറ്റബിൾ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഇത് ലൈറ്റ് ആയിട്ടുള്ള സോയാ സോസാണ്. ഡാർക്ക് ആണെങ്കിൽ ഇത്രയും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. 1 സ്പൂൺ വിനാഗിറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം വേണം ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കാൻ. ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുത്ത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ചോറ് ഇവിടെ ഒരുവിധം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ചുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കാൻ മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.